എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസും അതുപോലെ തന്നെ വീക്കിലി അനാലിസിസും മറ്റേ ഇൻട്രാഡേയിൽ നമുക്ക് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ ആളുകൾക്കും, അതായത് ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ആൾറെഡി മാർക്കറ്റിൽ നിൽക്കുന്നവർക്കും വളരെ ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ എന്നല്ല കഴിഞ്ഞ 4 ദിവസമായി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു സൈഡ് വേ, ഇതാണ് സത്യത്തിൽ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നോക്കൂ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, സൈഡ് വേ നോക്കൂ. ഇനി ഇന്നലത്തെ നോക്കൂ, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, കുറച്ച് താഴെ വന്നു, സൈഡ് വേ. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, സൈഡ് വേ. അതിന് തലേ ദിവസത്തെ നോക്കൂ, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ, സൈഡ് വേ. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഇതേ അവസ്ഥയിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി മാത്രം നോക്കിയാൽ മതി, മറ്റുള്ള ഇൻഡെക്സുകളൊക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം തീരെ ഒരു ലെവലില്ലാതെ ഇങ്ങനെ സൈഡ് വേസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ അവസ്ഥയാണ്. ഓക്കെ, അത് ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിനിടയ്ക്ക്, അതായത് ഇത്തരം മാർക്കറ്റിനിടയ്ക്കാണ് കടലിൽ പോയി കക്കകൾ പെറുക്കുന്ന പോലെ ഞങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു 7 അല്ലെങ്കിൽ ഒരു 10 ട്രേഡ് കൊടുക്കുമ്പോൾ ഒരു 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അത് വലിയ ഭാഗ്യം. 10 ഒരു 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റാകുക പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. നോക്കൂ, 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു ചാനൽ പാറ്റേണിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു അപ് ട്രെൻഡ് ചാനൽ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. എന്നാൽ ഒരു റേസിംഗ് വെഡ്ജാണോ അല്ലെങ്കിൽ ഒരു ഫാളിംഗ് വെഡ്ജാണോ ഒന്നുമല്ല. കറക്റ്റായൊരു പാറ്റേൺ, ചാനൽ പാറ്റേൺ, ഒരു ചാനലിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ട്രെൻഡ് ലൈൻ എവിടേക്കാണാവോ ബ്രേക്ക് ചെയ്യുന്നത്, ആ ഭാഗത്തേക്ക് മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളിൽ ആ വഴിക്കായിരിക്കും നീങ്ങുക എന്നാണ് നമ്മുടെ അനാലിസിസ് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നത്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ലൈൻ മാറ്റിയാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കൂ, മാർക്കറ്റ് ഇവിടെ നിന്നും ഹൈ വന്നു, ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ലോ വന്നു, വീണ്ടും ഇത് ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ പോലെ, അല്ലേ? ഇനി ഇത് ഡിലീറ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ പാറ്റേൺ ഇനി എന്താണ് സംഭവിക്കുക? ഇവിടെ ഡബിൾ ടോപ്പ് എടുത്തു. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ആൾ ടൈം ഹൈയിനടുത്ത് വന്നിട്ടാണ് റിട്ടേൺ അടിച്ചിരിക്കുന്നത്. അതായത് 25,073. ആൾ ടൈം ഹൈ എത്രയാണ്? 25,078. കേവലം 5 പോയിൻറ്റിൻ്റെ മാറ്റത്തിൽ വന്നിട്ടാണ് റിട്ടേൺ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഡബിൾ ടോപ്പ് എടുത്തു, 2 ഇന്നിവിടെ ഡോജിയാണ് വെച്ചിരിക്കുന്നത്. ഡോജി മീൻസ് ഒരു 5 പോയിൻ്റ് മാറ്റത്തിൽ. നമുക്ക് ഓപ്പൺ ചെയ്തത് 25,025, ക്ലോസ് ചെയ്തത് 25,018. എത്ര? ഒരു 7 പോയിൻ്റ് ഡിഫറൻറ്റിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നാളെ ഈ ഭാഗത്തൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയാൽ, ഇത് 1 ഡേ ടൈം ഫ്രെയിമാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. റെഡ് ക്യാൻഡിൽ ഫോം ആയാൽ ഇതിനെ ഇതിനെ എൻഗുൾഫിങ് ചെയ്തുകൊണ്ട് റെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ് സ്റ്റാറായി മാറി. ഇതൊരു ഈവനിങ് സ്റ്റാർ ആവും. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് തന്നെയല്ലേ സൂചനകൾ കാണിക്കുന്നത്? നോക്കൂ, എല്ലാവരും വിചാരിക്കുന്ന മാർക്കറ്റ് ഇതാ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കും. പക്ഷേ നമ്മൾ കൺഫേമായി പറയുന്നില്ല നാളെ എന്ത് സംഭവിക്കുക. ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ആൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഡോജി സമാനമായ രീതിയിൽ വെച്ചു. ഇവിടെ നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയാൽ തീർച്ചയായും ഇതൊരു ഈവനിങ് സ്റ്റാർ ആയോ, താഴത്തേക്ക് വരും. മാത്രമല്ല നമ്മൾ നേരത്തെ വരച്ച രൂപത്തിൽ ഇവിടെ ഒരു W പാറ്റേൺ, ബട്ടർഫ്ലൈ മോഡലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹൈ വന്നു, വീണ്ടും ലോ വന്നു, ഇതാ നോക്കൂ. ഇനി മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സൂചനയല്ലേ ഇവിടെ നിന്ന് കാണിക്കുന്നത്?
നോക്കൂ, ഏതുവരെ വരാം? കുറേശ്ശെ ഇതുവരെ വരാം. എത്ര? 24,200 വരെ എന്തായാലും വന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇനി മുകളിലേക്ക് തിരിച്ചു പോകണോ ഇല്ല വീണ്ടും താഴേക്ക് വരണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റിന് തോന്നുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കുറച്ച് പേഴ്സണൽ വർക്കുമായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളേക്ക് ഉള്ളത് കയ്യോടെ നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ആൾ ടൈം ഹൈ ആയ 25,078 തന്നെയാണ് അല്ലേ, 80. ഇതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. നിങ്ങൾക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ ഫിബൊനാച്ചി ലെവൽ പിടിച്ച് നോക്കിയതാണ് 25,140. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയാലാണ് മാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുള്ളൂ. 25,140. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ, അതായത് ഈ 25,150 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 25,325. ഓക്കെ, ഇതുവരെ പോകും. അപ്പോൾ നിങ്ങൾ നാളെ ഈ ആൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ ക്ലോസ് ആൻഡ് ക്രോസ് കൊടുക്കുകയാണെങ്കിൽ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,140 വരെ ഹോൾഡ് ചെയ്യാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അതിനുശേഷം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്തോളൂ. നിഫ്റ്റിയിൽ ഇനി ബൈ ചാൻസ് ഡൗൺ സൈഡാണ് വരുന്നതെങ്കിൽ, നമ്മുടെ കണക്ക് പ്രകാരം നാളേക്ക് ഡൗൺ സൈഡാണ് വരാൻ നിൽക്കുന്നത്. ഓക്കെ, ഡൗൺ സൈഡാണ് വരുന്നതെങ്കിൽ 24,870 താഴെ, 24,870 താഴെ നിങ്ങൾക്ക് ഡൗൺ സൈഡ് എടുത്ത് വരാം. ഏതുവരെ? നിങ്ങൾക്ക് 24,780 വരെ. കേവലം ഒരു 100 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് തന്നെയുള്ളൂ. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ 24,688, 690 വരെ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇത് 1 അവർ ടൈം ഫ്രെയിമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ബാങ്ക് നിഫ്റ്റി ഒരു ട്രയാങ്കിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സെമൻറ്റിക് പാറ്റേൺ. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈന് ബോട്ടം, അതായത് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഒരു സൈഡ് വേയിലൂടെ ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നാളെ ഇതിന് താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് താഴേക്ക് തന്നെ വരും. മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ ഹൈ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത ഉടനെ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങളായിട്ട് ഡൗൺ സൈഡിലേക്കാണ് ടെൻഡൻസി കൂടുതലായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്നു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ വന്നു, വീണ്ടും ഇതാ ഒരു ബട്ടർഫ്ലൈ മോഡൽ തന്നെയാണ് ഇതും ഫോമായിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്നത് താഴേക്ക് വരാനുള്ള ഒരു തിടുക്കം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ US ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള ഒരു അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പോസിറ്റീവ് ന്യൂസും എല്ലാം കൂടെ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് വന്നിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. താഴെ വന്നതുകൊണ്ട് ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. നോക്കൂ, പക്ഷേ ഇവിടെ അല്പം കുറച്ച് മേലെ പോയിട്ട്, അതായത് ഇവിടെ ഇതുവരെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു പക്ഷേ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സോണ് നമുക്ക് മാർക്ക് ചെയ്യണം. 51,750 മുകളിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുത്ത് പോകാം. 51,700
51,650 മുകളിൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താൽ തന്നെ നാളെ മുകളിലേക്ക് എടുത്തു പോകാൻ കഴിയും. 51,410 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെയാണ് ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. 52,800 വരെ കൂളായിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അതിനിടയ്ക്ക് ചെറിയ ഒരു റെസിസ്റ്റൻസ് 51,200 ഉണ്ടെങ്കിലും അത് കാര്യമാക്കാനില്ല. പക്ഷേ അതുവരെ കിട്ടിയാൽ തന്നെ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റായി. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. 51,410 മുകളിൽ. ഇനി ഡൗൺ സൈഡ് വരികയാണെങ്കിൽ 50,960 താഴെ, 50,960 താഴെ ഡൗൺ സൈഡിലേക്ക് നിങ്ങൾക്ക് ഇതുവരെ ഹോൾഡ് ചെയ്യാം. 50,750 വരെ ഒരു 200 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാവുന്നതാണ്. 50,960 താഴെ ഏതുവരെ? 50,750 വരെ. മുകളിലേക്ക് 51,410 മുകളിൽ 51,960 ഫസ്റ്റ്, സെക്കൻഡ് 52,800, 52,800. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡ് സെറ്റപ്പ് നാളെ നടത്താവുന്നതാണ്. ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ചാനൽ പാറ്റേൺ തന്നെയാണ്. ഹ്യൂജ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏത് രീതിയിലാണെങ്കിലും സാധാരണ ഇൻട്രാഡേ ഓപ്ഷൻ ബയ്യേഴ്സിന് ഭയങ്കര ഡിഫിക്കൽട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മാർക്കറ്റ് കഴിയുന്തോറും. ഓക്കെ, നാളെ നമുക്ക് ഇതിന് മുകളിൽ 23,600 മുകളിൽ ഫിൻ നിഫ്റ്റിയിൽ എൻട്രി എടുത്ത് പോകാം. നിങ്ങൾക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും 23,720. ഓക്കെ, 120 പോയിൻ്റ് ഉണ്ട്, നോട്ട് ചെയ്തോളൂ. ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ 23,290 താഴെ ഒന്നുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഇറക്കി ബൈ ചെയ്യാം. 23,250. ഓക്കെ, 23,250 താഴെ നമുക്ക് ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് വരാം. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ശ്രദ്ധിക്കും, 23,020 വരെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡ് പ്ലാൻ നടത്താം. ഇനി മിഡ് ക്യാപ് നിഫ്റ്റി. ഇന്ന് ബാക്കിയുള്ള ഇൻഡെക്സുകളൊക്കെ മുകളിലേക്ക് പോയപ്പോഴും മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ ശ്രദ്ധിച്ചു താഴത്തേക്കാണ് കൂടുതലായിട്ടും ഒരു താല്പര്യം കാണിച്ചിരുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 1 hour ടൈം ഫ്രെയിമിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കൂ, ഇന്ന് 4 hour, അതായത് 4 മണിക്കൂർ ക്യാൻഡിലും റെഡാണ് വെച്ചിരിക്കുന്നത്. താഴേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. നോക്കൂ, ഒരു എം പാറ്റേൺ ഫോം ആയിട്ടുണ്ട് 1 hour ടൈം ഫ്രെയിമിൽ. ഒരു പക്ഷേ നാളെ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഇതുവരെ 12,990 വരെ വന്നതിന് ശേഷമായിരിക്കും തിരിച്ചു പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ട്രേഡ് സെറ്റപ്പ് നടത്തണമെങ്കിൽ ഇവിടെ നിന്ന് 13,050 താഴെ എൻട്രി എടുത്ത് താഴേക്ക് വരാം. ഇതുവരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം 12,990 വരെ. ഓക്കെ, ഒരു 60 പോയിൻ്റ്. അതിന് അവിടെ ഒന്ന് എക്സിറ്റ് അടിച്ച് മാറി നിന്നിട്ട് പിന്നീട് താഴെ വരികയാണെങ്കിൽ വീണ്ടും എടുത്ത് വരാം. 12,990 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. 12,990 വരെ. ഓക്കെ, 13,050 മുതൽ 12,990 വരെ 60 പോയിൻ്റ്. ഇനി മുകളിലേക്കാണെങ്കിൽ 13,120 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് ഒരുപാട് തവണ കുത്തിത്തിരിക്കാൻ നോക്കി നടന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് അതിന് മുകളിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കറക്റ്റായി വരച്ച് ചാർട്ട് നോക്കി സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ലൈനിട്ട് കറക്റ്റായ സമയത്ത് പ്രോപ്പറായി ഒരു എൻട്രി എടുത്ത് പ്രോഫിറ്റോട് കൂടി ഇറങ്ങാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്.
നിങ്ങൾ ഓരോരുത്തരും മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിക്കുക. മാർക്കറ്റ് ഓരോ ദിവസം കൂടുന്തോറും ഡിഫിക്കൽട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഓരോ ദിവസം എല്ലാ എക്സ്പയറിയും ഓരോ ദിവസം ആയതുകൊണ്ടാണ്, അതായത് ഓരോ ദിവസവും ഓരോ എക്സ്പയറി ആയതുകൊണ്ടാണ് ഇത്രത്തോളം സങ്കീർണത എന്നാണ് മനസ്സിലാകുന്നത്. സെബിയുടെ പുതിയ നിയമപ്രകാരം എല്ലാം കൂടെ ഒരു ദിവസത്തിലാക്കിയാൽ മറ്റുള്ള ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് വളരെ സുഗമമായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.